പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീകാന്തും വർഷയും ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞുമായിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. ആരതിയൊക്കെ ഒഴിഞ്ഞ കുഞ്ഞിനെ അകത്തോട്ട് കയറ്റുകയാണ്. അപ്പോൾ വർഷയുടെ കയ്യിൽ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി കുഞ്ഞിനെ എടുക്കാനായിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ഉറങ്ങിക്കിടക്കുമല്ലേ, എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും ഇങ്ങനെ പറയാനുണ്ട്. അപ്പോൾ എടുക്കാൻ കൊടുക്കാത്തതിൻ്റെ ആ ഒരു നീരസം സങ്കടമൊക്കെ മുത്തശ്ശിയുടെ മുഖത്ത് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുത്തശ്ശി എല്ലാവരോടും കൂടി ഒരു കാര്യം പറയുന്നുണ്ട്. വേദ ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കാണാൻ വന്നപ്പോഴത്തേക്കും ശ്രീകാന്ത് എന്തുകൊണ്ട് അവളെ കാണിച്ചില്ല, എന്തിനാ നീ അവളെ ഇറക്കി വിട്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ ആണോ ശ്രീകാന്ത് നീ അങ്ങനെ ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാനല്ലേ തീരുമാനം എടുക്കേണ്ടത്, അവളെ കാണണ്ടാന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അവളെ ഇറക്കി വിട്ടു എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇനി അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, അതിന് പ്രായച്ചിത്തമായിട്ട് വേദിയും വിക്രത്തിനെയും വീട്ടിലേക്ക് വിളിച്ച് കുഞ്ഞിനെ കാണിക്കണമെന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് പിന്നെ എന്നിങ്ങനെ വർഷ പറയുമ്പോഴത്തേക്കും മുത്തശ്ശി ഉടനെ തന്നെ പറയുന്നുണ്ട്, വർഷ ഒന്നും പറയണ്ട ഇതിനെപ്പറ്റി, ഈ കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്താനങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിനായകൻ ഒരു ജോലി ഏർപ്പാടാക്കി കൊടുത്തിരുന്നല്ലോ നമ്മുടെ വിശ്വത്തിൽ. അങ്ങനെ വിശ്വം ഇൻ്റർവ്യൂവിന് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അവിടെ ചെന്നിട്ട് ജോലിയൊക്കെ ശരിയാവുന്നുണ്ട്, മാസം 50,000 രൂപ സാലറിയൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ പറയാണ്. അത് വീട്ടിൽ വന്ന് വിശ്വം പറയുമ്പോഴത്തേക്കും വിനായകൻ്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. അപ്പോൾ നന്ദിനിയാണെങ്കിൽ വിനായകനോട് നിങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു മനുഷ്യ, ഇങ്ങനെ ഇത്രയും രൂപയുടെ ജോലിയൊക്കെ മേടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ, ഇനി അത് പിന്നെ വിശ്വേട്ടൻ വിക്രത്തിനെതിരായി നിൽക്കുമെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ. എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല, ഇത്രയും വലിയ ജോലിയൊക്കെ വിശ്വേട്ടന് എന്താണ് അവരുടെ ഉദ്ദേശമെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്നിങ്ങനെ പറയാൻ കേട്ടോ. വേദയാണെങ്കിൽ വിക്രത്തിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വിക്രത്തിൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടപ്പോൾ തന്നെ വേദ താഴെ കിടന്ന വേദ ഉടനെ തന്നെ കട്ടിലിൽ കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രമാണെങ്കിൽ എണീറ്റ് ഇവിടെ ഉറങ്ങി വേടി വേദ വേദയെന്ന് കുറേ തവണ വിളിക്കുക. ഇനി ഇവിടെ ശരിക്കും ഉറങ്ങിക്കിടക്കുക തന്നെയാണോ എന്നറിയാനായിട്ട് ഇങ്ങനെ വേദയുടെ അടുത്തേക്ക് ഇങ്ങനെ വിക്രം ഇങ്ങനെ ചെല്ലുവാണ് കേട്ടോ. ഉടനെ തന്നെ വേദ ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ അയ്യോ നിങ്ങളിത് എന്താ ഈ കാണിക്കുന്നത്, അപ്പം നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ, നിങ്ങളിപ്പോൾ എന്താ എന്നെ ചെയ്യാൻ നോക്കി എന്നൊക്കെ ഇങ്ങനെ അവനെ ഇങ്ങനെ ചൂടാക്കാനായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ നീ എന്തൊക്കെ ഈ പറയുന്നത്, അയ്യേ ഞാൻ അത്രക്കാരനൊന്നും അല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ തന്നെ വേദ നിങ്ങൾ അത്രക്കാരനാന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ടല്ലേ നിങ്ങളൊരു പെണ്ണിൻ്റെ വീട്ടിലോട്ട് ഓടിക്കയറിയെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ആ ഒരു അവളങ്ങനെ പറഞ്ഞ ആ ഒരു ദേഷ്യത്തിൽ കുപ്പി എടുത്തിട്ട് അവളിങ്ങനെ അടിക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ വേദ ഉടനെ തന്നെ അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, എനിക്കറിയില്ല നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, പക്ഷേ ഇമോഷണലി വിക്രത്തിന് അത് ഒത്തിരി ഫീലായി കേട്ടോ. അങ്ങനെ വേദ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് അതിന് വിഷമിക്കുന്നത്, എനിക്കറിയാം നിങ്ങൾ എന്തൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ.